ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ മിത്രയാണെങ്കിൽ വീട്ടുകാരെ മുഴുവൻ ചതിച്ച് മിഥുൻ എന്ന് പറയുന്ന കാമുകൻ്റെ കൂടെ ചാടി പോന്നിരിക്കുകയാണ്. വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ്റെ തനി സ്വഭാവം കുറേശ്ശെ പുറത്തു വരാനായിട്ട് തുടങ്ങി. അങ്ങനെ മിത്രയോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു. അതുപോലെ മിത്രയുടെ ഫോൺ വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുന്നു. അങ്ങനെ ഒരുമാതിരി വല്ലാത്തൊരു രീതിയിലൊക്കെ ഈ മിഥുൻ്റെ സ്വഭാവം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ കാണും തോറും നമ്മുടെ മിത്രയ്ക്ക് പേടിയാവുന്നു. ലാസ്റ്റ് പറഞ്ഞു മിത്രയെ ഇവൻ വരുതിയിലാക്കി ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്, വിശ്വസിപ്പിച്ച് നിർത്തിയിരിക്കുന്നു. മിത്രയാണെങ്കിൽ പകുതി ഇവനെ വിശ്വസിച്ചു എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ്. എന്നിട്ട് മിത്രയെ റൂമിൽ നിന്ന് വാഷ്റൂമിലേക്ക് പറഞ്ഞു വിടുക. പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വരാൻ പറഞ്ഞു. മിത്ര പോയ നേരത്തിന് മിത്രയുടെ ബാഗിൽ ഇവൻ എടുത്ത് വെച്ചിരുന്ന സ്വർണവും പണവും എല്ലാം കൂടി എടുത്ത് ഇവൻ്റെ ബാഗിലേക്ക് മാറ്റുന്നു. അപ്പോൾ അതിലേക്ക് മാറ്റിയപ്പോൾ നമ്മുടെ മിത്രയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും അറിയില്ലല്ലോ. അവനൊരു കുഴപ്പമില്ലാതെ ഒരു കൂസലും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുക. ആ സമയത്ത് ഇപ്പോൾ എല്ലാം അവൻ്റെ കൈകളിലാക്കി. ഇനിയിപ്പോൾ എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഇവിടുന്ന് മുങ്ങാം. ഇനിയിപ്പോൾ മിത്രയെ നോക്കേണ്ട കാര്യമൊന്നും അവനില്ല. ഇനിയിപ്പോൾ പൈസ മാത്രം മതി. കൂട്ടുകാരനെ വിളിച്ചു, എല്ലാം സെറ്റായിട്ടുണ്ട്, ഇന്ന കാര്യങ്ങൾ ഇന്ന സമയത്ത് ഇന്ന പോലെ ചെയ്യണം എന്നും പറഞ്ഞുകൊണ്ട് ഇവൻ കൂട്ടുകാരെ വിളിച്ച് കാര്യം അറിയിച്ചു. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ മിത്രയാണെങ്കിൽ വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇവനാണെങ്കിൽ മിത്രയോട് ഭയങ്കര സ്നേഹപ്രകടനങ്ങളും കാര്യങ്ങളും ഒക്കെ. അപ്പം മിത്ര ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ ഇരിക്കുകയല്ലേ. അപ്പം മിത്ര വിഷമിച്ചിരിക്കുമ്പോൾ മിത്രയോട് ഭയങ്കര സ്നേഹം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹം. അപ്പോൾ ഇവൻ്റെ ബാഗ് എടുത്ത് ഇവനിങ്ങനെ മാറ്റി വെച്ചിരിക്കുക മിത്ര കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം മിത്രയുടെ ബാഗ് മാത്രം അവിടെ ഇരിപ്പോൾ. ഇനിയും മിത്രയുടെ ബാഗിൽ ആ സാധനം ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണി പാലുവെള്ളത്തിൽ കിട്ടുമെന്ന് മിഥുൻ അറിയാവുന്നത് കൊണ്ടാണ് മിഥുൻ ആ പണി കാണിച്ചത്. എന്തായാലും നമ്മുടെ മിത്രയാണെങ്കിൽ വിഷമിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അമ്പലത്തിൽ പോയിട്ട് നോക്കിയിട്ട് വരാം, പിന്നെ നിനക്കൊരു ഫോൺ മേടിക്കണ്ടേ, അതൊക്കെ നോക്കിയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് ഇവനങ്ങ് ഇറങ്ങിപ്പോയി. അപ്പോൾ മിത്ര റൂമിൽ തന്നെ ഇരിക്കുന്നു. അങ്ങനെ മിത്ര ഇരിക്കുന്നു. ഈ സമയത്താണെന്നുണ്ടെങ്കിൽ മിത്രയ്ക്ക് ഇങ്ങനെ മൊത്തത്തിലൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മിത്ര മൊത്തത്തിൽ ഇങ്ങനെ അതിലേക്ക് ഇങ്ങനെ അരിച്ചു പറക്കിയൊക്കെ ഇങ്ങനെ കണ്ണുകൊണ്ട് ഓടിച്ച് നോക്കുന്ന സമയത്താണ് അവിടെ ഒരു ബാഗ് ഇരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ സ്വന്തം ബാഗും എടുത്ത് മാറ്റി വെക്കാനും ഇങ്ങനെയൊക്കെ വേണ്ടിയിട്ടാണ് മിത്ര ചെന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഇതെന്തത് സംഭവം എന്ന് ഓർത്തിട്ട് മിത്ര ഇതെടുത്ത് തുറന്നു നോക്കി. ഇത് അവൻ്റെ ബാഗ് ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും മിത്ര അത് കണ്ട് ഞെട്ടിപ്പോയി. കാരണം വേറൊന്നുമല്ല, മിത്രയ്ക്ക് വീട്ടുകാർ കൊടുത്ത സ്വർണം മുഴുവൻ മിഥുൻ്റെ ബാഗിനകത്തിരിക്കുന്നു. ഇത് കണ്ടപ്പോൾ മിത്രയ്ക്ക് മനസ്സിലായി ചതിയാണെന്നുള്ളത്. അതെല്ലാം അന്ന് ആര്യൻ പറഞ്ഞതെല്ലാം സത്യമായിരുന്നു എന്ന് ഇന്ന് നമ്മുടെ മിത്ര തിരിച്ചറിയുന്നു. മിത്രയാണെങ്കിൽ ഈ സ്വർണവും കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന നിൽക്കുക. അപ്പോഴാണ് ഇവൻ മിത്രാന്ന് വിളിച്ച അകത്തേക്ക് കയറി വരുന്നത്. കയറി വന്നപ്പോൾ ഇവൻ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിത്ര ഈ സ്വർണ്ണമൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. ഇവൻ കയറി വന്ന് കണ്ണു മിഴിച്ചിങ്ങനെ ഒരു നിമിഷം ഇങ്ങനെ നിന്നു. അപ്പം നീ എന്നെ ചതിക്കുകയായിരുന്നല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് മിത്ര ഇവനോട് ദേഷ്യപ്പെട്ടു. അപ്പോൾ മിഥുൻ പറഞ്ഞു, നീ ഇങ്ങനെ വിഷമിക്കല്ലേ, ഇത് നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് ജീവിക്കണ്ടേന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പം അങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ അറിയാതെ നീ ഇത് എപ്പോൾ എടുത്തു, അങ്ങനെ കൊണ്ടുവന്ന മുതലുകൊണ്ടല്ല നമ്മൾ ജീവിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. ഇത് ഞാൻ സമ്മതിച്ച് തരില്ല മിഥുൻ, ഇത് മുഴുവൻ ഇപ്പം തന്നെ എൻ്റെ വീട്ടുകാർക്ക് തിരിച്ചു കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് മിത്ര ഇങ്ങനെ പറയാം. മിത്ര അത് പറഞ്ഞപ്പോൾ അത് നീയാണോടി തീരുമാനിക്കുന്നത് എന്ന് ഈ മിഥുൻ ചോദിച്ചു. മിഥുൻ അത് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും മിത്ര ആകെ ഞെട്ടിപ്പോയി. മിഥുൻ? അതെ, മിഥുൻ തന്നെയാണ് പറയുന്നത്. നീ എന്താ വിചാരിച്ചത്? നിന്റെ സൗന്ദര്യം കണ്ട് ഞാനങ്ങ് മയങ്ങി വീണതാണെന്നോ? നിന്റെ സ്വത്തും മുതലും ഒക്കെ കണ്ടിട്ട് തന്നെ അടി ഞാൻ നിന്റെ പിന്നാലെ വന്നത്. ഇപ്പം നിന്നെ ഈ കൊണ്ടുവന്നതും ഈ ഇരിക്കുന്ന സ്വത്തിന് വേണ്ടി തന്നെയാണ്, അല്ലാതെ നിന്നെ വേണ്ടിയിട്ടൊന്നും അല്ലെന്നൊക്കെ പറഞ്ഞ് ഇവനിങ്ങ് പറയാൻ തുടങ്ങി. ഓഹോ, അപ്പം നീ എന്നെ ചതിക്കായിരുന്നല്ലേ, എൻ്റെ കുടുംബത്തെ നീ ചതിക്കായിരുന്നല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ നിന്റെ കുടുംബത്തെ എങ്ങനെ ചതിക്കും? എന്തിനു ചതിക്കണം? നീയല്ലേ നിന്റെ കുടുംബത്തെയും കൂട്ടക്കാരെയും മുഴുവൻ ചതിച്ചത്. അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ സ്നേഹത്തിനേക്കാൾ എൻ്റെ സ്നേഹത്തിന് വിലയാണെന്നും പറഞ്ഞ് നീയല്ലേ ഇറങ്ങി വന്നതെന്നൊക്കെ ചോദിച്ചു. പിന്നെ ഇവർ തമ്മിൽ ഇല്ല, എന്നെ ചതിക്കാൻ, എൻ്റെ കുടുംബത്തെ ചതിക്കാൻ നിന്നെ ഞാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് മിത്ര ഇവനെ കയറി അങ്ങ് പിടിച്ചു. ഇവൻ ആരാ പൊന്നുമൻ? ഇവൻ മിത്രയെ ഉന്തി തള്ളി താഴെ ഇട്ടിട്ട് ഇവൻ അതും എടുത്തുകൊണ്ട് ഓടുക. ഈ സ്വർണ്ണം മുഴുവൻ എടുത്തുകൊണ്ട് ഓടുക കേട്ടോ. അപ്പോൾ നമ്മുടെ മിത്ര വിട്ടു കൊടുക്കുന്നില്ല, മിത്രയും പിന്നാലെ ഓടുകയാണ്. അങ്ങനെ കുറേ ദൂരം ഓടി ഒരു റോട്ടിലൂടെ ഇറങ്ങി ഓടുകയാണ്. എന്നിട്ട് ഇങ്ങനെ സന്ധ്യ രാത്രിയായി ഓടി എവിടെയോ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും മിത്രയ്ക്ക് ഇവനെ പിടി കിട്ടി. പിന്നെ അവിടെ കിടന്ന് ഉന്തും വലിയും പിടിയൊക്കെ ആയി. ഈ സമയത്ത് ഇവനാണെങ്കിലും മിത്രയെ വീണ്ടും ഉന്തിയിട്ടിട്ട് ഇവൻ ഈ സ്വർണ്ണമായിട്ട് ഇവൻ കടന്നു കളഞ്ഞു. അവൻ ഓടിപ്പോയി കഴിഞ്ഞപ്പോൾ മിത്ര പെരുവഴിയിലായി. ആരുമില്ല, ഏതുമില്ല, എല്ലാം നഷ്ടപ്പെട്ടു. കുടുംബത്തെ ചതിച്ചു. അതുപോലെ തന്നെ എന്താ പറയേണ്ടത്, മൊത്തം പ്രശ്നങ്ങളായി മിത്രയ്ക്ക്. ഇനി താൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, തൻ്റെ അഹങ്കാരം കൊണ്ട് താൻ കാട്ടിക്കൂട്ടിയതിനുള്ളതിനെല്ലാം ഉള്ള ശിക്ഷയാണിതെന്ന് തിരിച്ചറിഞ്ഞു. പിന്നെ ആര്യൻ പറഞ്ഞ കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മുടെ മിത്ര അവിടെ നിന്ന് ആലോചിക്കുക. എത്രയൊക്കെ വഴക്കുണ്ടാക്കിയിരുന്നെങ്കിലും അവൻ കൊള്ളില്ലാത്തവനാണെന്നും ഫൂളാണെന്നും അല്ലെങ്കിൽ ഫ്രോഡാണെന്നുള്ള കാര്യം ആര്യൻ ഒരു 1000
1 വട്ടം പറഞ്ഞു കൊടുത്ത കാര്യമാണ്. പക്ഷെ അപ്പോഴൊന്നും മിത്രയ്ക്കത് വിശ്വാസമായിരുന്നില്ല. അപ്പോൾ പറഞ്ഞതും കേട്ടതും അതുപോലെ അച്ഛനും അമ്മയും ഒക്കെ ആ വോയിസ് നോട്ട് അയച്ചത് ഇതെല്ലാം നമ്മുടെ മിത്ര ആലോചിച്ച് മിത്രയ്ക്ക് ഇനി ജീവിച്ചിരിക്കണ്ട എന്നുള്ളൊരു ഇതിലേക്ക് വന്നു. മിത്ര എന്നിട്ട് മരിക്കാനായിട്ട് പോവുക. അതും വേറെ എങ്ങുമല്ല, ഗുരുവായൂരപ്പൻ്റെ അമ്പലക്കുളത്തിൽ തന്നെ ചാടി മരിക്കാനാണ് മിത്ര തീരുമാനിച്ചത്. ഈ സമയത്ത് മകളെ കാണാതെ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും അതുപോലെ വലിയ വലിയ ആൾക്കാരുടെയൊക്കെ മുന്നിലിങ്ങനെ വലിയ ആൾ കളിച്ച് നിന്നിരുന്ന നമ്മുടെ അനന്തൻ നാണം കെട്ടും തലയിൽ തുണിയിട്ട് ഓടേണ്ട അവസ്ഥ വന്നല്ലോ. ഇനിയും ഈ അപമാനം ഏന്തി ജീവിക്കണ്ടെന്ന് അയാളും അങ്ങ് തീരുമാനിക്കുന്നു. അയാൾ എന്നിട്ട് മുറിയിൽ കയറി വാതിലടച്ച് ഫാനിൽ തൂങ്ങി മരിക്കാനായിട്ട് തുടങ്ങുക. പിന്നെ അവിടെ ഒരു ബഹളവും കൂട്ടക്കരച്ചിലും ഒച്ചയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പോഴേക്കും എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ബാലനും ആകാശവും കൂടെ ഓടി വന്നു കേട്ടോ. ഓടി വന്നിട്ട് എല്ലാവരും ഇങ്ങനെ നിസ്സഹായതയോടുകൂടി നിൽക്കും. ആ സമയത്ത് നമ്മുടെ ആകാശം വാതിൽ ചവിട്ടി തുറന്ന് അകത്തേക്ക് കയറിയിട്ട് വല്യച്ഛനെ അല്ലെങ്കിൽ വല്യമ്മാവനെ കാലിന് കയറി വട്ടം പിടിക്കുന്നു, അയാൾ മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പിന്നെ എല്ലാവരും കൂടെ കയറി അയാളെ അതിൽ നിന്നും ആ കുരിക്കിൽ നിന്നൊക്കെ ഇറക്കി. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള നാടകീയമായ രംഗങ്ങൾ കൃഷ്ണമംഗലത്ത് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ബാലനും മക്കളുമാണ് ഇപ്പോൾ ആകെ തുണ എന്ന് പറയാൻ, അല്ലെങ്കിൽ ഒരു സമാധാന വാക്കെന്ന് പറയാനായിട്ട്. ബാക്കി നാട്ടുകാർ മുഴുവനും അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എല്ലാവരുടെയും മുന്നിൽ എല്ലാം തികഞ്ഞവനെന്നുള്ള അഹംഭാവമായിരുന്നല്ലോ അയാൾക്ക്. അപ്പോൾ അയാൾ അങ്ങനെ അഹങ്കരിച്ചത് കൊണ്ട് ഇയാൾക്കിത് വന്നാൽ പോരെന്നാണ് എല്ലാവരും പറയണത്. അങ്ങനെ ആ ഒരു കാര്യമല്ല അവിടെ നടക്കുന്നത്. ഇത് കഴിഞ്ഞപ്പോൾ ബാലൻ ഗോമതിയോട് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒളിച്ചോടിപ്പോയ കാര്യങ്ങളെ പറ്റിയൊക്കെ. അപ്പോൾ ഇവർ തമ്മിലുള്ള വഴക്കും കാര്യങ്ങളും അതുപോലെ തന്നെ ഈ മിത്രയും പിന്നെ മിഥുനും കൂടെ വഴക്കുണ്ടാക്കി ഇറങ്ങി ഓടുന്നതൊക്കെ നമ്മുടെ ആര്യൻ്റെ പുതിയ കൂട്ടുകാരൻ്റെ അമ്മ കണ്ടായിരുന്നു. അപ്പോൾ ആ അമ്മ വന്നിട്ട് ഇവരോട് മക്കളെ കണ്ടു കഴിയുമ്പോൾ മക്കളോട് പറയാണ്, അതെ ഞാൻ ആ പെൺകുട്ടിയെയും ചെറുപ്പക്കാരനെയും കണ്ടു, അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ വലിയ പ്രശ്നമുണ്ട്, ആ കുട്ടിയെ കണ്ടിട്ട് ആ കുട്ടിക്ക് എന്തോ വലിയൊരു ആപത്ത് വരാൻ പോവുകയാണെന്ന് എനിക്ക് തോന്നണേ എന്നൊക്കെ അമ്മ ഇങ്ങനെ പറയാം. അപ്പോൾ അമ്മ എപ്പോഴും എന്തിനാ അതിനെപ്പറ്റി ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല, അത് അവരുടെ കാര്യം അവർ നോക്കിക്കോളും, അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട, അമ്മ ഒന്ന് ഇടപെടാൻ ചെന്നപ്പോഴത്തേക്കും അവർ ഒച്ചയെടുത്ത് വിട്ടതല്ലേ, അങ്ങനെയൊക്കെ മക്കൾ പറഞ്ഞു. എന്നാലും എടാ മോനെ ഒരു പെൺകുട്ടിയല്ലേ എടാ എന്നൊക്കെ ചോദിച്ചാൽ അമ്മ ഇങ്ങനെ പറയുന്നു. എന്തായാലും ആ ഒരു മക്കളങ്ങ് പറഞ്ഞു, അമ്മ അത് വിട്ട് കളഞ്ഞേക്ക്, ഇനി അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ചിന്തിച്ചിട്ട് എന്നാ കാര്യം, ഇതൊക്കെ ഇങ്ങനെ ചോദിക്കുക. അവർ ഭാര്യയും ഭർത്താവാണെന്നല്ലേ പറഞ്ഞു, അപ്പോൾ അവർ ഭാര്യയും ഭർത്താവും തമ്മിലുള്ളത് അവർ ഭാര്യയും ഭർത്താവും തമ്മിൽ തീർത്തോളൂ എന്ന് മക്കളിങ്ങനെ അമ്മയോട് പറയണം. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് മിത്ര പോകുന്നതും മരിക്കാൻ വേണ്ടിയിട്ട് കുളത്തിൻ്റെ മുകളിൽ കയറി നിൽക്കുന്നത്. കൃഷ്ണനോട് മാപ്പ് പറയുന്നു, അതുപോലെ അച്ഛനോടും അമ്മയോടും താൻ ഓരോന്നൊക്കെ പറഞ്ഞവരോട് എല്ലാവരോടും മാപ്പൊക്കെ പറഞ്ഞ് നമ്മുടെ മിത്ര ആ കുളത്തിലേക്ക് എടുത്ത് ചാടാനായിട്ട് ഇങ്ങനെ ആയുവാണ്. കുളത്തിലേക്ക് എന്നിട്ട് മിത്ര എടുത്ത് ചാടി എൻ്റെ കൃഷ്ണാന്ന് വിളിച്ച ഒരൊറ്റ ചാട്ടമാണ്. ഇനി ജീവിച്ചിരിക്കാൻ ഞാൻ യോഗ്യയല്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ തോറ്റുപോയി, എല്ലാവരുടെയും ഞാൻ ചതിച്ചു, അങ്ങനെയൊക്കെ പറഞ്ഞ് കുളത്തിലേക്ക് ചാടി നമ്മുടെ മിത്ര മുങ്ങിത്താണ് മരണത്തോട് മല്ലടിക്കുകയാണ് ആ കുളത്തിൽ കിടന്ന്. ആ സമയത്ത് കൃത്യസമയം എന്ന് പറയാലോ, മുങ്ങി താണു പോയ നമ്മുടെ മിത്രയെ കോരിയെടുത്തുകൊണ്ട് നമ്മുടെ കണ്ണൻ ആ കുളത്തിൽ നിന്നും വന്നിരിക്കുന്നു. മിത്രയുടെ ജീവനും കൊണ്ട് കണ്ണൻ ഇങ്ങനെ മുകളിലോട്ട് വന്നു. എന്തായാലും മിത്രയെ മരണത്തിന് വിട്ടുകൊടുത്തില്ല. കാരണം മിത്ര എന്ന് പറയുന്ന പെൺകുട്ടി ആര്യൻ്റെ പെണ്ണായതുകൊണ്ട് തന്നെ ഇനി ആര്യൻ്റെയും മിത്രയുടെയും വിവാഹമാണ് നടക്കേണ്ടത്. അതും ഗുരുവായൂരപ്പൻ മുന്നിൽ നിർത്തി നടത്തി കൊടുക്കുന്നു. അപ്പം അങ്ങനെ ആ ഒരു അടിപൊളി കഥ, അതാണ് ഇനി ഒരു വമ്പൻ ട്വിസ്റ്റായിട്ട് ഇതിൽ നിലനിൽക്കുന്നത്. ഈ സമയത്ത് ബാലൻ വിളിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് നമ്മുടെ ഗോമതി ആകെ തകർന്നിരിക്കുക. പിന്നെ അത് ആര്യനോട് പറഞ്ഞു, അതുപോലെ തന്നെ നമ്മുടെ മീനുവിനോട് പറഞ്ഞു. അപ്പോൾ മീനു ആകെ ഇതായി. അതുപോലെ തന്നെ ആര്യന് പറഞ്ഞു, അവളോട് ഞാൻ പറഞ്ഞതാണ്, അവളെ മിഥുൻ്റെ കൂടെ തന്നെ ആയിരിക്കും പോയിരിക്കുന്നത്, അവളോട് ഞാൻ 1000 വട്ടം പറഞ്ഞതാണ് അവൻ ആൾ ശരിയല്ലെന്ന്. അവളത് കേൾക്കാതെ പോയതിനുള്ള ശിക്ഷ അവൾക്ക് ഉറപ്പായിട്ടും തിരിച്ച് കിട്ടും, അതൊക്കെ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഇവർ ആ ഒരു കാര്യത്തെപ്പറ്റി ഇങ്ങനെ പറയാം. അപ്പോഴും മിത്രയുടെ കാര്യം ഓർത്ത് ഉള്ളിലൊരു ആധിയാണ് നമ്മുടെ ഗോമതി ഇങ്ങനെ മിത്രമോളെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ജപിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എന്തായാലും മിത്രയ്ക്ക് കിട്ടാനുള്ളത് വഴി തങ്ങിയില്ല, അതാ മിത്ര തന്നെ ചോദിച്ചു മേടിച്ചു. അങ്ങനെ ആ ഒരു പ്രശ്നം അവിടെ നിൽക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ ആയി നമ്മുടെ ഗോമതിയും ആര്യനും മീനുവും കൂടി തൊഴാനായിട്ട് ഇറങ്ങുന്നു. അപ്പോൾ ആ കൂട്ടുകാരൻ്റെ അമ്മയെ കണ്ടു. അപ്പോൾ നമ്മുടെ ഗോമതിയുടെ മുഖത്ത് ആകെ ഒരു സങ്കടവും വിഷമവും ഒക്കെ. അപ്പോൾ എല്ലാവർക്കും അത് ആ അമ്മ ചോദിച്ചു, എന്തോ പറ്റി, ഭയങ്കര സങ്കടമാണല്ലോ, എന്താ കാര്യം, ഇതൊക്കെ ഇങ്ങനെ വിശേഷമൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്ന പോലെ ഇങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ കല്യാണ പെണ്ണ് ഒളിച്ചോടിപ്പോയി അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേനും ഈ അമ്മയ്ക്കൊരു സംശയം. അപ്പോൾ അമ്മ ചോദിച്ചു, ആ കുട്ടിയുടെ ഫോട്ടോ വല്ലതും ഉണ്ടോയെന്ന്. അപ്പോൾ ഗോമതിയുടെ ഫയലുണ്ടല്ലോ, ആ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുത്തു. അപ്പോഴത്തേക്കും അമ്മ ഞെട്ടിപ്പോയി കേട്ടോ. എന്താ, ഈ പെൺകുട്ടിയാണോ നിങ്ങളുടെ വീട്ടിൽ കല്യാണത്തിൻ്റെ തലേന്ന് ഒളിച്ചോടിപ്പോയതെന്ന് പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ അതെ ഇവള് തന്നെയാണ്. എന്താ അമ്മ അറിയോ എന്നിങ്ങനെ ഇവർ ചോദിക്കുവാണ്. അപ്പോഴേക്കും ആ അമ്മ
ഇന്നലെ വൈകുന്നേരം നടന്ന കാര്യങ്ങളെപ്പറ്റിയൊക്കെ പറയുവാണ്. അത് കേട്ടപ്പോൾ ഇവർ ഞെട്ടി. പിന്നെ ഇവർ മിത്രയെ തേടിയുള്ള ഓട്ടപ്പാച്ചിലായിരുന്നു. മിത്ര അവിടെ ഉണ്ടെന്നുള്ള കാര്യം അറിഞ്ഞു. ഓട്ടപ്പാച്ചിലെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടറാ ഓട്ടമാണ്, എവിടെയാണെന്ന് അറിയില്ലല്ലോ. അങ്ങനെ നമ്മുടെ മിത്രയും അതുപോലെ നമ്മുടെ ആര്യനും തമ്മിലുള്ള വിവാഹത്തിന് ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലേക്കുള്ളൂ. ആ ഒരു വിവാഹത്തോടു കൂടി കൃഷ്ണമംഗലവും ദേവമംഗലവും തമ്മിലുള്ള വഴക്കും വക്കാണും ഒക്കെ അവസാനിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. പക്ഷേ നമ്മുടെ ആര്യനോട് ഇപ്പോൾ വിവാഹം കഴിക്കരുത് എന്നാണ് ബാലൻ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആനന്ദിൻ്റെ കല്യാണം നടത്താനായിട്ടുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ബാലൻ തുടങ്ങിയിരിക്കുന്നു. ചേട്ടൻ നിൽക്കുമ്പോൾ 2 അനിയന്മാരും കൂടെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ചേട്ടൻ്റെ അവസ്ഥ എന്താകും? അത് ബാലനെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ പറ്റുന്നതാണോ? മാത്രമല്ല മിത്രയ്ക്കിനി ആര്യനെ എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും? ആര്യനെ മിത്ര സ്നേഹിക്കുമോ? അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളൊക്കെ ആയിട്ട് ഒരു അടിപൊളി കല്യാണം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സാന്ത്വനം ശിവൻ്റെയും അഞ്ജലിയുടെയും ഒരു അവസ്ഥയെന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞതുപോലത്തെ ഒരു അങ്ങനെയല്ലെങ്കിലും ഏകദേശം ആ ഒരു രീതിയിലൊക്കെ വരുന്ന ട്യൂണിലാണ് ഇപ്പോൾ നമ്മുടെ കഥയുടെ മുന്നോട്ടുള്ള പോക്ക്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരിലേക്ക് നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കാണാനൊക്കെ കഴിയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിക്കുന്നു. എല്ലാവരും ഇന്ന് വരെ തന്ന എല്ലാ സപ്പോർട്ടിനും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് അടുത്ത വിശേഷങ്ങളും സൂപ്പർ കഥകളും ട്വിസ്റ്റുകളും ഒക്കെ ആയിട്ട് നമുക്ക് കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി നിർത്തുകയാണ്. അപ്പോൾ അടുത്ത കഥ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. സീ അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.